ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ആർദ്രമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞുകൊട്ടെ, ഇത് മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. മകം നക്ഷത്രക്കാർക്ക് ഈ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ വൻ നഷ്ടത്തിന് ഇട കാണുന്നുണ്ട്. നിങ്ങൾ ഷെയർ മാർക്കറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ കൊണ്ടുള്ള വരുമാന മാർഗത്തിലൊക്കെ വരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവരൊക്കെ അതിൽ നിന്നൊന്നും മാറി ചിന്തിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടങ്ങളാണ് ഭാവിയിലേക്ക് കാത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് മാതൃ സഹായമൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ്. മാതാവ് താങ്ങായും തണലായും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നൊരു സമയമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്ന മകം നക്ഷത്രക്കാർക്ക് അതൊക്കെ ഫലമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് സ്ഥിരതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തിക ലാഭം, വാഹനയോഗം എന്നിവ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായ സമയം തന്നെയാണ് സാമ്പത്തികപരമായിട്ട്. ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി പല കർമ്മ പരിപാടികളും നിങ്ങൾ നടത്തുന്നതാണ് ഈ സമയങ്ങളിൽ. ഭൂമി കൈമാറ്റത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ക്രയവിക്രയങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളൊരു പ്രത്യേക വ്യക്തിത്വത്തിലേക്കൊക്കെ പോകുന്നതാണ്. പല ആദർശങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്താനുള്ള ശ്രമം നടത്തുന്നതാണ്. വിപരീത ചിന്തകളെയൊക്കെ നിങ്ങൾ അതിജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധി ഉണ്ടാകുന്നതാണ്. വീട് പുതുക്കിപ്പണിയാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വീട് പുതുക്കിപ്പണിയാനുള്ള മെയിൻ്റനൻസ് ഒക്കെ നടത്താനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ജീവിത പങ്കാളിയുടെ പക്കൽ നിന്നുണ്ടാകുന്നൊരു പെരുമാറ്റം മനോദുഃഖമുണ്ടാകുന്നതാണ്. ദമ്പതിഭാവത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മാസങ്ങളിൽ. നിങ്ങളുടെ വ്യാപാരമൊക്കെ ബിസിനസ്സൊക്കെ അഭിവൃദ്ധിപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട്. എന്നാൽ വരവ് ചിലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ നന്നായിട്ട് പ്രയാസപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് എക്സ്പെൻസ് ശകലം കൂടുതലായിരിക്കും. പോക്കറ്റിൽ ഒന്നും മിച്ചമുണ്ടാകുകയില്ല. സഹായ വാഗ്ദാനങ്ങൾ നൽകിയവരുടെ പിന്മാറ്റം മനസ്സ് വേദനിപ്പിക്കുന്നതാണ്. പല രീതിയിലും നിങ്ങൾക്ക് മനോസങ്കടം ഉണ്ടാകുന്നതാണ്. അയൽക്കാരുമായിട്ട് അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് ചെറിയ ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അയൽക്കാരുമായിട്ട്. അത് വലിയ വാക്കേറ്റത്തിലേക്കോ പോകാതെ ഇരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യധാരകങ്ങളുടെ സ്ഥിതിയൊക്കെ അനുകൂലമായതിനാൽ ഉദ്ദിഷ്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നൊരു സമയമാണ്. പൊതുവെ ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ, ചെറിയ ശത്രുതാ മനോഭാവമൊക്കെ വെച്ച് മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയൊക്കെ ഒഴിച്ചാൽ കാലം പൊതുവെ അനുകൂലമായിട്ടാണ് മകം നക്ഷത്രക്കാർക്ക് പോകുന്നത്. പൊതുവെ സാമ്പത്തിക ലാഭമുള്ള സമയമാണ്. അപ്പോൾ എന്തുതന്നെയായാലും നിങ്ങൾക്ക് ഗുണഫലങ്ങളുടെ മാറ്റി വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ ഒക്കെ ദേവീക്ഷേത്രം സന്ദർശിക്കുക. ദേവിക്ക് ഇഷ്ടമുള്ള വഴിപാടായ വെളുത്ത പായസം, വെളുത്ത പുഷ്പമാല നൽകുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. കൂടുതലും ദേവിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത് നല്ലതാണ്. നിങ്ങൾ കൂടുതൽ ഉന്നമനത്തിനായിട്ട് നിങ്ങളുടെ ഗ്രഹനില വെച്ച് ഒന്ന് രാശി വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാകുന്നതാണ്. പൊതുവെ ദേവിക്കാണ്, അമ്മയ്ക്കാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. പറ്റിയാൽ നിങ്ങൾക്ക് ഒന്ന് ചോറ്റാനിക്കര ദേവീക്ഷേത്രം ദർശിക്കുക. അവിടെ അമ്മയ്ക്ക് ശർക്കര നിവേദിക്കാൻ കൊടുക്കുക. അതുപോലെ തന്നെ ചെത്തിപ്പൂ കൊണ്ട് മാലയും കൊടുത്തു കഴിഞ്ഞാൽ കാലം നിങ്ങളുടെ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ മാറ്റമുണ്ടാവും. അവിടെ പോകാൻ സാധിക്കാത്തവർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമായി മാറുന്നതാണ്. ദമ്പതിഭാവത്തിലുള്ളവർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറുന്നതിനായിട്ട് ഗണപതി ക്ഷേത്രം ദർശിച്ചിട്ട് ഐക്യമധ്യ സൂത്രമന്ത്രാർച്ചന നടത്തിയാൽ മതിയാവും. രണ്ടുപേരുടെയും പേരും നാളും പറഞ്ഞ് നടത്തി കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർത്ത് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.